ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ISLൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്നിറങ്ങുന്നു. 18ാം റൗണ്ട് മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ FC ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. മത്സരം രാത്രി 7:30 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ആദ്യം തന്നെ ഇരു ടീമുകളുടെയും ഇന്നത്തെ കളിയിലെ പോസിബിൾ പ്ലേയിങ് 11 ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ 11 നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും, ഡിഫൻസിൽ നവാച്ച സിംഗ്, മിലോസ് ഡ്രിൻസിച്ച്, ഹൊർമിപ്പ റുയ്വ, സന്ദീപ് സിംഗ് എന്നിവരും, മിഡ്ഫീൽഡിൽ വിപിൻ മോഹനൻ, ഫ്രെഡി, നോവ സദോയ്, കോറോ സിംഗ് എന്നിവരും, ഫോർവേഡ്സായിട്ട് അഡ്രിയൻ ലൂണയും ജീസസ് ജിമിനസുമാകും ഉണ്ടാവുക. ഇനി ഈസ്റ്റ് ബംഗാളിൻ്റെ 11 നോക്കുകയാണെങ്കിൽ പ്രഭ്ശുവൻ സിംഗ് ഗിൽ, നിഷു കുമാർ, ഹിജാസി മഹർ, ലാൽചുങ് നൂങ്ക, നന്ദകുമാർ, റിച്ചാർഡ് സെലിസ്, ജീക്സൺ സിംഗ്, മഹേഷ് സിംഗ് നോറം, PV വിഷ്ണു, ദിമിത്രിയോസ് ഡയമൻഡക്കോസ്, ഡേവിഡ് ലാൽസംഗ എന്നിവരാകും ഉണ്ടാവുക. ഇതുവരെ 17 മത്സരം കളിച്ച ബ്ലാസ്റ്റേഴ്സ് അതിൽ 6 വിജയവും 3 സമനിലയും 8 തോൽവിയുമായി 21 പോയിൻറ്റോടെ 8ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈസ്റ്റ് ബംഗാൾ FC ആവട്ടെ 16 മത്സരത്തിൽ നിന്ന് 4 വിജയവും 2 സമനിലയും 10 തോൽവിയുമായി 14 പോയിൻറ്റോടെ 11ാം സ്ഥാനത്ത് നിൽക്കുന്നു. കഴിഞ്ഞ മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റേത് സമനിലയിൽ കലാശിച്ചപ്പോൾ ഈസ്റ്റ് ബംഗാളിന് തോൽവിയായിരുന്നു ഫലം. ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ 6ാം സ്ഥാനത്തേക്ക് കയറി വരാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതേപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു.